ഹലോ എവരിവൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് സൈക്കാട്രിക് ഡിസോർഡേഴ്സാണ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുപോലെ കൗമാരക്കാരിലും. അപ്പോൾ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ഈ രണ്ട് ഘട്ടങ്ങളിൽ ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള കുറച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ സൈക്കോളജിയിൽ, മെൻ്റൽ ഹെൽത്തിൽ പലതരത്തിലുള്ള സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ചിലത് ഞാനൊന്ന് ഇവിടെ കൊടുക്കുകയാണ്, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഒന്ന് മെൻ്റൽ റിട്ടാർഡേഷൻ. ഇത് ICDയിലെ F7 സീരീസിലാണ് വരുന്നത് കേട്ടോ. സീരീസ് F7 കീഴിലാണ് മെൻ്റൽ റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഏകദേശം 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഒരു വ്യക്തിയുടെ ചൈൽഡ്ഹുഡ്, ശൈശവം എന്ന് പറയുന്നത്. പിന്നീട് 12 മുതൽ 20 അല്ലെങ്കിൽ 18 വരെ അഡോളസൻസ് ആണ്, കൗമാരം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അഡൽട്ട്ഹുഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ്, അഡോളസൻസ്. അപ്പോൾ ഒരു 3 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്താൽ ചിലത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും, ചിലത് ജീവിത അവസാനം വരെ നിലനിൽക്കും. ഓക്കെ, അതിൽപ്പെട്ട ഒരെണ്ണമാണ് മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്ദ്യം. ഈ ബുദ്ധിമാന്ദ്യമൊക്കെ IQവിൻ്റെ കുറവ് കാരണമായിട്ടാണ് ഉണ്ടാവുക. അത് പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതുപോലെ ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്, മാനസിക വികാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നോർമലി നമുക്ക് ഒരു നിശ്ചിത പ്രായത്തിൽ ഉണ്ടാകേണ്ട ചില പുരോഗതികളുണ്ട്, അതുണ്ടാകാതെ വരുന്ന സമയത്താണ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ പറയാറുണ്ട് അവൻ വലുതായിട്ടും കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ. അത്തരക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇതിലേക്കൊക്കെ നമ്മൾ വരും. ആദ്യം ജസ്റ്റ് ഓരോന്ന് പറയുകയാണ്. ദെൻ സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്. 2 വയസ്സായി കഴിയുമ്പോൾ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നു, ചെറിയ സെൻറ്റൻസ് ഒക്കെ സംസാരിച്ചു തുടങ്ങുന്നു. പിന്നീട് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ അനായാസം കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ മാതൃഭാഷയ്ക്ക് പുറമെ മറ്റുള്ള ഭാഷകൾ പഠിക്കാനുള്ള ഒരു കഴിവിലേക്കൊക്കെ ഒരു കുട്ടി എത്തുന്നു. ഇതൊക്കെ ഒരു എക്സാക്റ്റ് ആണ്, നിങ്ങൾ ആ ഒരു കൗണ്ടൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില കുട്ടികൾക്ക് സംസാരിക്കാനോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനോ പറ്റില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ആയിട്ട് പറയുന്നത്. അതുപോലെ സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്കോളസ്റ്റിക് സ്കിൽസ്, പഠനവുമായി ബന്ധപ്പെട്ട ചില വൈകല്യങ്ങളുണ്ട്. അതാണ് സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്കോളസ്റ്റിക് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് മോട്ടോർ ഫങ്ഷൻ, ചലനവുമായി ബന്ധപ്പെട്ട. 2 വയസ്സ് കഴിയുമ്പോൾ ഒരു കുട്ടി നടന്ന് തുടങ്ങുന്നു, പിന്നീട് അവന് കൈകാലുകളുടെ ചലനമൊക്കെ കൃത്യമായിട്ടും നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത കുട്ടികളില്ലേ, അത് മോട്ടോർ ഡിസ്ഫങ്ഷനാണ്. സോ സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് മോട്ടോർ ഫങ്ഷൻ. ദെൻ പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, പിന്നെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. പിന്നെ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് വിത്ത് ഓൺസെറ്റ് യൂഷ്വലി ഒക്കറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും ഒക്കെ ഉണ്ടാകുന്ന കുട്ടിയുടെ സ്വഭാവത്തിലും വികാരത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുട്ടികളുണ്ട്. അതൊക്കെ ICD F9 വരുന്നത്. ദെൻ ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ, ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതാണ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ സ്വഭാവ വൈകല്യങ്ങൾ, കോൺടാക്ട് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇമോഷണൽ ഡിസോർഡർ, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഓഫ് ചൈൽഡ്ഹുഡ്, മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കാനേ കഴിയില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദെൻ ഫോബിയാസ് ഉണ്ട്. ചൈൽഡ്ഹുഡിലെ ഫോബിയാസ് പലതും സ്റ്റാർട്ട് ചെയ്യും. ഫോബിക് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, സമൂഹവുമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, അതാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓരോന്നിലേക്ക് നമ്മൾ വരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ചു പോകുന്നത്. ദെൻ സിബ്ലിംഗ് റിവൽറി ഡിസോർഡർ ഉണ്ട്. സാധാരണ
നമ്മൾ സിബ്ലിങ്സ് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് കൂടിയാലോ? ഈ അണ്ണൻ തമ്പി എന്ന് പറയുന്ന മൂവിക്കകത്ത് ആ രണ്ട് കുട്ടികളും തമ്മിലുള്ള ആ ഒരു സംഘർഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയ സംഘർഷമാണ്. ഒരാൾ മറ്റൊരാളെ കൊല്ലുന്ന തരത്തിലേക്കൊക്കെ അത് വളരുന്നുണ്ട്. സിബ്ലിംഗ് റിവോൾട്ടറി വലുതായാൽ അങ്ങനെ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ സിബ്ലിംഗ് റിവോൾട്ടറി ഡിസോർഡർ. ദെൻ ഡിസോർഡേഴ്സ് ഓഫ് സോഷ്യൽ ഫങ്ഷനിങ്, സാമൂഹിക ക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ എലക്റ്റീവ് മ്യൂട്ടിസം, ചില കാര്യങ്ങളിൽ കുട്ടികൾക്ക് എന്തില്ല, കുട്ടികൾക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല, എലക്റ്റീവ് മ്യൂട്ടിസം. ദെൻ ടിക് ഡിസോർഡർ, ചലന സംബന്ധമായിട്ടുള്ള ചില പ്രത്യേക ആക്ടിവിറ്റീസ് ആവർത്തിപ്പിക്കുന്നതിനാണ് ടിക് എന്ന് പറയുന്നത്. അത് ഓരോന്നിലേക്ക് നമ്മൾ വരും കേട്ടോ. അപ്പോൾ എലക്റ്റീവ് മ്യൂട്ടിസം. ദെൻ അതർ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ദെൻ നോൺ ഓർഗാനിക് എന്യൂറിസിസ് എന്ന് പറയുമ്പോൾ ബെഡ് വെറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ദെൻ നോൺ ഓർഗാനിക് എനക്ട്രോപിസിസ്, നോൺ ഓർഗാനിക് എൻകോപ്രിസിസ്. എന്യൂറിസിസ് എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ യൂറിനേറ്റ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഇത് ചിലപ്പോൾ നമുക്ക് ബയോളജിക്കൽ കാരണങ്ങളായിട്ട് വരാം, ബയോളജിക്കൽ ഡിസ്ഫങ്ഷൻ്റെ കാരണമായിട്ട് വരാം. ഇതങ്ങനെയല്ല, സൈക്കോളജിക്കൽ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടുള്ള എന്യൂറിസിസ്. അതുപോലെ എനക്ട്രോസിസ് എന്ന് പറയുന്ന സമയത്ത് യൂറിനേഷൻ അല്ല, അല്ലാതെ തന്നെ മോഷൻസ് പോകുന്നതിനാണ് എൻകോപ്രിസിസ് എന്ന് പറയുന്നത്. ദെൻ ഫീഡിങ് ഡിസോർഡേഴ്സ് ഓഫ് ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ്, ഫീഡിങ് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്. ദെൻ സ്റ്റീരിയോ ടൈപ്പ്ഡ് മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ്, ഒരേ തരത്തിലുള്ള ചലനം ആവർത്തിക്കുന്ന സ്റ്റീരിയോ ടൈപ്പ്ഡ് മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ്. പിന്നെ സംസാരത്തിലെ ഈ ഒരു കൊഞ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്റ്റട്ടറിങ് പോലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ്, ഈ പറഞ്ഞതൊക്കെയാണ് ഒരു ലിസ്റ്റ്, ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ചെറിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. സോ ഇതിൽ ഓരോന്നിലേക്കും നമ്മൾ പോകുന്നു. ആദ്യമായി ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്, കുട്ടിയുടെ വികാസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. F8 കീഴിലാണിത് പറയുന്നത്. നമ്മൾ അപ്പുറത്ത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, F7 നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ പറഞ്ഞു, F5 നമ്മൾ ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് പറയും. 5 സോറി അവിടെ 8 ആണ്, 5 അല്ല, സോറി ഞാനതാ എടുത്ത് നോക്കിയത്. F8 ആണ്, 5 അല്ല കേട്ടോ, F8 ആണ്. ഈ F8 സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് ഈ താഴെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. നമ്മൾ F9 വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ F8 കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട സംസാരവും എഴുത്തും എല്ലാം അതിനകത്ത് വരും. അല്ല, സംസാരവും കേട്ട് മനസ്സിലാക്കുന്നതും കേട്ടോ, എഴുത്തല്ല, സംസാരവും കേട്ട് മനസ്സിലാക്കുന്നതും ഒക്കെ അതിനകത്ത് വരും. എന്താണ് പ്രധാനപ്പെട്ട ഡിസോർഡേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ ഡിസോർഡേഴ്സ് ഇൻ വിച്ച് നോർമൽ പാറ്റേൺസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ആർ ഡിസ്റ്റർബ്ഡ് ഫ്രം ദ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു കുട്ടിയുടെ വികാസത്തിൻ്റെ, മാനസിക വികാസത്തിൻ്റെ ഭാഗവുമാണ് ഭാഷ. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതൊന്നുമല്ല. നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ചിന്തയും ഭാഷയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഭാഷ പഠിക്കുന്നതിന് കൃത്യമായിട്ടൊരു ഓർഡർ ഉണ്ട്. ആദ്യം കുട്ടി കേട്ടത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. എന്നിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പോൾ ആദ്യം ലിസണിങ്ങും പിന്നീട് സ്പീക്കിങ്ങും, അതിനുശേഷമാണ് റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഒക്കെ കുട്ടി പോകുന്നത്. അപ്പോൾ ലിസണിങ്ങും സ്പീക്കിങ്ങും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ആദ്യ കാലഘട്ടത്തിൽ. അവിടെ ചില പ്രശ്നങ്ങൾ നമുക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കാം. ദ കണ്ടീഷൻസ് ആർ നോട്ട് ഡയറക്ട്ലി attributable to neurological or speech mechanism abnormality or mental retardation. ഒരു പക്ഷേ ഇത് കുട്ടിയുടെ ന്യൂറോൺ തകരാറ് കാരണമായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ഈ ഒരു സ്പീച്ച് മെക്കാനിസത്തിൽ വരുന്ന അവൻ്റെ എന്താ പറയുക വിൻഡ് പൈപ്പിലോ അല്ലെങ്കിൽ ഈസോഫാഗസിലോ ഉള്ള പ്രശ്നമൊന്നും ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഐക്യൂടെ പ്രശ്നമായിരിക്കണമെന്നില്ല, മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ മറ്റു പലതുമാകാം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഓർ ഡിസ്ഫാസിയ, developmental articulation disorder or phonological disorder, dyslalia, expressive language disorder, receptive language disorder or other developmental disorders of speech and language. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇതും കാരണങ്ങളാണ്. ഏത് ന്യൂറോണിൻ്റെ തകരാറ് കാരണം സംസാരത്തിൽ പ്രശ്നം വരാം,
അതുപോലെ നമ്മുടെ സ്പീച്ച് മെക്കാനിസത്തിന് സഹായിക്കുന്ന ഓർഗൻസിൻ്റെ ഭാഗമായിട്ടും പ്രശ്നങ്ങൾ വരാം. ഇനി മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികൾക്കും പ്രശ്നങ്ങൾ വരാം. ഈ 3 പ്രശ്നങ്ങളും ഈ F8 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ല, അത് വേറെ പ്രശ്നങ്ങളാണ്. ഈ 3 കാരണങ്ങൾ ഒരാളുടെ സ്പീച്ചിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നമ്മളത് എന്ത് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഈ 3 കാരണങ്ങളും അല്ലാത്ത മറ്റു ചില കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ എവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഈ F8 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് നമ്മൾ പറയുന്നു ഡിസ്ഫാസിയ. ഡിസ്ഫാസിയ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഡെവലപ്മെൻ്റൽ ആർട്ടിക്കുലേഷൻ ഡിസോർഡർ, കൃത്യമായിട്ടും ഉച്ചരിക്കാൻ കഴിയാത്ത, അഥവാ ഫൊണോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്ലാലിയ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഉച്ചാരണത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. ദെൻ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ, ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം, അതിന് കഴിയാതെ വരിക, അതാണ് എക്സ്പ്രസീവ് അല്ലെ. എക്സ്പ്രസ് ചെയ്യുക, ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ പ്രശ്നം വരുന്നത്. ദെൻ റിസെപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡർ, ഒരാൾ പറഞ്ഞത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റണം, അഥവാ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ കുട്ടികൾ എത്തും. അതിനെയാണ് റിസെപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡർ. അല്ലെ, ഇപ്പോൾ എത്ര പറഞ്ഞാലും കുട്ടിക്ക് മനസ്സിലാവില്ല. അതർ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, അങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കുക എന്തൊക്കെയുണ്ട്. ഒന്ന്, ഡെവലപ്മെൻ്റൽ ലാംഗ്വേജ് ഡിസോർഡർ അഥവാ ഡിസ്ഫാസിയ. കേട്ടോ, ഡിസ്ഫാസിയ. ഡിസ്ഫാസിയ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് കേൾക്കാനും പറയാനും പറ്റാത്ത അവസ്ഥ, രണ്ടും ഉൾപ്പെടുന്നതിനാണ് നമ്മൾ ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്മെൻ്റൽ ആർട്ടിക്കുലേഷൻ ഡിസോർഡർ ഓർ ഫൊണോളജിക്കൽ ഡിസോർഡർ. ഡെവലപ്മെൻ്റൽ ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിലുള്ള പ്രശ്നം, അതിനെ നമ്മൾ ഫൊണോളജിക്കൽ ഡിസോർഡർ എന്നും പറയും, ഡിസ്ലാലിയ എന്നും പറയും. ദെൻ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. റിസെപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. ഇതെല്ലാം എവിടെയുള്ളത് തന്നെയാണ്, ചൈൽഡ്ഹുഡിൽ വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഡിസോർഡർ പറഞ്ഞു. 2, സ്പെസിഫിക് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്കോളസ്റ്റിക് സ്കിൽസ്. സ്കോളസ്റ്റിക് എന്ന് പറഞ്ഞാൽ നോളജാണ്, നോളജ് അക്യൂർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. സോ സ്പെസിഫിക് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്കോളസ്റ്റിക് സ്കിൽസ് ആർ ഡിവൈഡഡ് ഫർദർ ഇൻ ടു സ്പെസിഫിക് റീഡിംഗ് ഡിസോർഡർ. അപ്പോൾ എങ്ങനെ പഠനത്തിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ, ഒന്ന്, കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അല്ലേ, വായിക്കാൻ പറ്റുന്നില്ല. അവൻ എത്ര തല്ലി പഠിപ്പിച്ചിട്ടും കാര്യമില്ല, അവന് ഡിസോർഡറാണിത്. ആ ഡിസോർഡർ മാറ്റാൻ കഴിഞ്ഞാലേ അവന് വായിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. താരേ ജമീൻ പർ എന്ന് പറയുന്ന അമീർ ഖാൻ്റെ മൂവി ഉണ്ടല്ലോ, അതിൽ ആ ചെറിയ കുട്ടിക്കുള്ളത് ഈ ഒരു റീഡിങ് ഡിസോർഡറാണ്. അതിന് നമ്മളൊരു പേര് പറയും ഡിസ്ലെക്സിയ. കേട്ടോ, ഡിസ്ലെക്സിയ, അതാണ് റീഡിങ് ഡിസോർഡർ. ദെൻ സ്പെസിഫിക് സ്പെല്ലിംഗ് ഡിസോർഡർ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരും. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഡിസ്ലെക്സിയ. കേട്ടോ, റീഡിങ്, വായിക്കാൻ പ്രശ്നം ഉണ്ടാകും, സ്പെല്ലിങ് എത്ര പറഞ്ഞാലും സ്പെല്ലിങ് കൃത്യമായിട്ട് മനസ്സിലാകില്ല. സ്പെസിഫിക് അരിത്തമാറ്റിക് ഡിസോർഡർ, മാത്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. കാൽക്കുലേഷൻ, അതിനെ നമ്മൾ ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ കാൽക്കുലിയ ഉണ്ടോ, കാൽക്കുലിയ, നമ്മളെന്താ പറയുക, ഗണിത വൈകല്യം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. കുട്ടിക്ക് കൃത്യമായിട്ടും കണക്ക് കൂട്ടാൻ അറിയില്ല, കൂട്ടാനും കുറയ്ക്കാനൊന്നും അറിയില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല. അപ്പോൾ ഇവിടുത്തെ സ്പെസിഫിക് റീഡിംഗ് ഡിസോർഡറിനെ നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയും. ഷുഡ് ബി ക്ലിയർലി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ജനറൽ ബാക്ക്വേർഡ്നെസ് ഇൻ സ്കോളസ്റ്റിക് അച്ചീവ്മെൻറ്റ് റിസൾട്ടിങ് ഫ്രം ലോ ഇൻ്റലിജൻസ് ഓർ ഇൻ എഡ്യൂക്കേറ്റ് എഡ്യൂക്കേഷൻ. കുട്ടിക്ക് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ IQ കുറയുന്ന സമയത്ത് കുട്ടി പഠനത്തിലേക്ക് താഴെ പോകും. അതും ഡിസ്ലെക്സിയയും രണ്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാത്ത കുട്ടി പഠനത്തിലേക്ക് താഴെ പോകുന്ന സമയത്ത് അവന് കൃത്യമായിട്ടുള്ള കെയർ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ഉയർന്നു വരും. ഇനി ലോ IQ ഉള്ള കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അവൻ്റെ IQയിൽ വ്യത്യാസം വരില്ല. ഡിസ്ലെക്സിയ ഒന്ന് വേറെ തന്നെയാണ്. ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് IQ കുറയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷെ വായിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. IQ കുറയുന്നൊരു കുട്ടിക്ക് മൊത്തത്തിൽ എല്ലാത്തിലും ഒരു മന്ദത ഉണ്ടാവും, ഒരു ബുദ്ധി കുറവിൻ്റെ ഒരു പ്രശ്നം എല്ലാത്തിലും ഉണ്ടാവും. എന്നാൽ ഡിസ്ലെക്സിയ ഉള്ളൊരു കുട്ടിക്ക് നോർമൽ IQ ആയിരിക്കും, പക്ഷെ വായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അവന് ഉണ്ടാകുന്നത്. ഓക്കെ,
സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അപ്പോൾ ഡിസ്ലെക്സിയയിൽ എന്തൊക്കെ വരും? സ്ലോ അക്വിസിഷൻ ഓഫ് റീഡിങ് സ്കിൽസ്, വായിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു വാക്കൊക്കെ കൂട്ടി വായിച്ച് തുടങ്ങുന്നത്. സ്ലോ റീഡിങ് സ്പീഡ്, വായനയുടെ വേഗത വളരെ കുറവായിരിക്കും. ഇംപേർഡ് കോംപ്രിഹെൻഷൻ, കൃത്യമായിട്ടും ഒരു സെൻറ്റൻസ് വായിച്ചാൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകില്ല. വേർഡ് ഒമിഷൻസ്, ചിലപ്പോൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ ചില വാക്കുകൾ വിട്ടുപോകും, അവൻ്റെ കണ്ണിൽ പെടില്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല, കണ്ണിൽ പെടില്ല. ആൻഡ് ഡിസ്റ്റോർഷൻസ് ആൻഡ് ലെറ്റർ റിവേഴ്സൽ, പലപ്പോഴും വായിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, പിന്നെ അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. ബിയും ഡിയും കൺഫ്യൂഷനാണ്, എഫും ടിയും സംശയമാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരക്കാർക്ക് ഉണ്ടാകും. ഓക്കെ, സോ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സ്പെസിഫിക് സ്പെല്ലിംഗ് ഡിസോർഡർ. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ലെക്സിയ പറഞ്ഞു. ഡിസ്ലെക്സിയ അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വായനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, വായനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി സ്പെസിഫിക് സ്പെല്ലിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഉച്ചാരണമാണ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഇമ്പയർമെൻറ്റ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെല്ലിംഗ് സ്കിൽസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഹിസ്റ്ററി ഓഫ് സ്പെസിഫിക് റീഡിംഗ് ഡിസോർഡർ. അവന് പ്രത്യേകിച്ച് റീഡിംഗ് ഡിസോർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാനെന്ന് പറഞ്ഞാൽ ഉച്ചാരണം കേട്ടോ, വായനയല്ല, ഉച്ചാരണത്തിൽ പ്രശ്നമുണ്ട്. നമ്മൾ ചില ആളുകളെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ പരിഹാസത്തോടെ കൂടി പറയുന്നതായിരിക്കും, അവന് പാ പറയാൻ പറ്റുന്നില്ല, പായ അവന് എങ്ങനെയാണ് പറയുന്നത്, പായ അവൻ ഫാ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഭായെ അവൻ മറ്റു അക്ഷരമായിട്ടാണ് ഉച്ചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിക്കാറുണ്ട്. സത്യത്തിൽ ചില അക്ഷരങ്ങൾ അവന് വഴങ്ങാത്തതായിരിക്കാം, അതാണ് സ്പെല്ലിംഗ് ഡിസോർഡർ, ഉച്ചാരണത്തിൽ വരുന്ന പ്രശ്നമാണ്. സോ ദ എബിലിറ്റി ടു സ്പെൽ ഓറലി ആൻഡ് ടു റൈറ്റ് ഔട്ട് വേർഡ്സ് കറക്റ്റ്ലി ആർ ബോത്ത് അഫക്റ്റഡ്. അങ്ങനെ ഈ ഉച്ചാരണ വൈകല്യമുള്ള ആൾക്ക് സ്പെല്ലിങ് വായിക്കുന്നതിൽ മാത്രമല്ല എഴുതുന്നതിലും പ്രശ്നം ഉണ്ടാകും. ഓക്കെ, ഇനി അരിത്തമെറ്റിക് ഡിസോർഡർ നമ്മൾ പറഞ്ഞല്ലേ. എന്താണ് അരിത്തമെറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ? ഇൻവോൾവ്സ് ഡെഫിഷ്യറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടേഷൻ സ്കിൽസ് ഓഫ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. നമ്മൾ മാത്സിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കഴിവുകളാണ് കൂട്ടുക, കുറയ്ക്കുക, വ്യാകരണം, അതുപോലെ തന്നെ വ്യാകരണം അല്ലല്ലോ, വ്യവകലനം അല്ലെ, കുറയ്ക്കുകയാണ് നമ്മൾ വ്യവകലനം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹരണം, ഗുണനം, ഇതെല്ലാം മാത്തമാറ്റിക്കൽ സ്കിൽസാണ്. ഈ മാത്തമാറ്റിക്കൽ സ്കിൽസിലും പ്രശ്നം ഉണ്ടാകും. അതിനാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്കാൽക്കുലിയ എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കോളസ്റ്റിക് സ്കില്ലുള്ള പ്രശ്നങ്ങളും നമ്മൾ പറയും. ഇതൊക്കെ കുട്ടിക്കാലത്തെ പ്രകടിപ്പിക്കും കുട്ടികൾ. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ അവൻ പ്രകടിപ്പിച്ചിരിക്കും. അഡോളസൻസിന് മുന്നേ തന്നെ നമുക്കിതൊക്കെ അറിയാൻ പറ്റും. ടീച്ചേഴ്സ് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, കാരണം അവരാണല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ദെൻ സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് മോട്ടോർ ഫങ്ഷൻ, ചലനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ചിൽഡ്രൻ വിത്ത് ദിസ് ഡിസോർഡർ ഹാവ് ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് which is below the expected level on the basis of their age and general intelligence. ഒരു കുട്ടിക്ക് നോർമൽ ഐക്യു ഉണ്ട്, പക്ഷേ പ്രായത്തിനൊത്ത ചലനം അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് എന്തായിട്ട് പറയാം? ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓഫ് മോട്ടോർ ഫങ്ഷൻ എന്ന് പറയാം. നമ്മൾ ഡിസ്പ്രാക്സിയ എന്ന് പറയാറുണ്ട് ഇതിന് കേട്ടോ. ഡിസ്പ്രാക്സിയ എന്നതിനെ പറയാറുണ്ട്. കുട്ടി നടക്കേണ്ട പ്രായത്തിൽ നടക്കുന്നില്ല, ഓടേണ്ട പ്രായത്തിൽ ഓടുന്നില്ല. സോ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഡിസോർഡർ ഈസ് എ സീരിയസ് ഇമ്പയർമെൻറ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ കോർഡിനേഷൻ. മോട്ടോർ കോർഡിനേഷൻ ഇല്ല. അത് കാരണമായിട്ട് സ്കൂളിൽ അവൻ ഒന്നും ചെയ്യുന്നില്ല, ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല, കൃത്യമായിട്ടും കളിക്കാൻ അറിയില്ല. കുട്ടികൾ പ്ലേ ആക്ടിവിറ്റിയിൽ ഇടപെടേണ്ട പ്രായത്തിൽ അങ്ങനെ തന്നെ വളരണം, പക്ഷേ അങ്ങനെ പറ്റുന്നില്ല. ഇതൊക്കെ നമുക്ക് മോട്ടോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ഉണ്ട്. ഓർത്തിരിക്കുക, പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. എന്താണ് പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒന്നിലധികം ഡിസോർഡേഴ്സ് ഒരുമിച്ച് വരിക. നേരത്തെ നമ്മൾ പറഞ്ഞത് പല പല കാറ്റഗറീസ് ഓഫ് ഡിസോർഡറാണ്. ഇവിടെ ഒന്നിലധികം ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഒരുമിച്ചൊരു കുട്ടിയിൽ കാണുക. അതിന് നമ്മൾ PDD എന്ന് പറയും. റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ abnormalities in communication and social interaction and by restricted repetitive activities and interest. അപ്പോൾ പല തരത്തിലുള്ള, അപ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ടും വായിക്കാൻ അറിയില്ല, കുട്ടിക്ക് എഴുതാൻ അറിയില്ല, മാത്സ് അറിയില്ല, ദെൻ
ചലനത്തിൽ പ്രശ്നമാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒന്നിലധികം ഡിസോർഡേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നതിനാണ് പെർവസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് സാമൂഹിക ഇടപെടലുകൾ നടത്താൻ വളരെയധികം ബുദ്ധിമുട്ട് ആയിരിക്കും. So these abnormalities occur in a wide range of situations. Usually development is abnormal from infancy and most cases are manifest before the age of 5 years. അപ്പോൾ ഇത്തരത്തിലുള്ള പെർവസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡർ അഥവാ ഒന്നിലധികം വികാസ വൈകല്യങ്ങളുള്ള കുട്ടികളെ 5 വയസ്സിന് മുന്നേ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഇൻഫാൻസിയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ PDD includes childhood autism. ഈ PDDയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചൈൽഡ്ഹുഡ് ഓട്ടിസം, എറ്റിപ്പിക്കൽ ഓട്ടിസം, റെഡ് സിൻഡ്രം, ആസ്പെർജേഴ്സ് സിൻഡ്രം, ചൈൽഡ്ഹുഡ് ഡിസ്ഇൻറ്റിഗ്രേറ്റീവ് ഡിസോർഡർ പോലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ PDDയുടെ ഉള്ളിൽ വരുന്നതാണ് ചൈൽഡ്ഹുഡ് ഓട്ടിസവും എറ്റിപ്പിക്കൽ ഓട്ടിസവും റെഡ് സിൻഡ്രോവും ആസ്പെർജേഴ്സ് സിൻഡ്രോവും ഒക്കെ. അപ്പോൾ എന്താണ് ചൈൽഡ്ഹുഡ് ഓട്ടിസം എന്ന് നമുക്ക് നോക്കാം. ചൈൽഡ്ഹുഡ് ഓട്ടിസം കണ്ടെത്തുന്നത് 1908 ഹെല്ലർ എന്ന് പറയുന്ന ഒരാളാണ്. ഇൻ 1908 ഹെല്ലർ ഫ്രം ഓസ്ട്രിയ റിപ്പോർട്ടഡ് 6 cases of a disintegrative psychosis with onset in the 3rd or 4th year of life in children whose previous development was normal. ഇവിടെ നിങ്ങൾ കാര്യം നോക്കുക, 3-4 വയസ്സൊക്കെ പ്രായമായ കുട്ടികൾ, അതുവരെ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 3 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഡെവലപ്മെൻറ്റ് നോർമൽ അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അത് ചൈൽഡ്ഹുഡ് ഓട്ടിസമാണ്. കുട്ടിക്ക് ജനിച്ചപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് കഴിഞ്ഞപ്പോൾ അവന് പലതരത്തിലുള്ള ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് 1908 ഹെല്ലർ കണ്ടെത്തി. പിന്നീട് ലിയോഖെനർ ഐഡൻറ്റിഫൈഡ് എ റിലേറ്റീവ്ലി ഹോമോജീനിയസ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ വിത്ത് onset of psychosis in the first and second year of life, whom he designated early infantile autism and autistic disturbance of affect contact. അപ്പോൾ ചൈൽഡ്ഹുഡിൽ കാണുന്ന ഓട്ടിസത്തെ നമ്മൾ ചൈൽഡ്ഹുഡ് ഓട്ടിസം എന്ന് പറയുന്നു. ഇനി 4 വയസ്സൊന്നുമല്ല, 1-2 വയസ്സിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിനെ ഇൻഫാൻറ്റൈൽ ഓട്ടിസം എന്നും പിൽക്കാലത്ത് വന്ന സൈക്കോളജിസ്റ്റുകളുടെ പേര് പറഞ്ഞു. ദെൻ ലൊറൈറ്റ ബെൻഡർ ഫസ്റ്റ് യൂസ് ദ ടേം ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ. ഇനി ചൈൽഡ്ഹുഡ് ഓട്ടിസത്തെ തന്നെ ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ എന്ന പേരിൽ ലോററ്റ ബെൻഡർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ടു ക്യാരക്ടറൈസ് സൈക്കോട്ടിക് ചിൽഡ്രൻ. ഈ സൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന അർത്ഥത്തിനാണ്. അപ്പോൾ ഈ ഒരു സൈക്കോട്ടിക് ചിൽഡ്രന് ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ എന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത് ലോററ്റ ബെൻഡർ ആണ്. Now all these terms have been replaced and condition is currently known as childhood autism. പക്ഷേ ഈ പറയപ്പെട്ട പേരുകളൊന്നും ഇപ്പോൾ ഇല്ല. ഇൻഫാൻറ്റൽ ഓട്ടിസം എന്നോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ ആ പേരുകളൊന്നുമില്ല. ഇപ്പോൾ ആകെ ഒരൊറ്റ പേരേ ഉള്ളൂ, ചൈൽഡ്ഹുഡ് ഓട്ടിസം എന്നൊരു പേരേ ഉള്ളൂ. അപ്പോൾ ICD-10 അതുപോലെ തന്നെ DSM-4 ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ICD-10 ചൈൽഡ്ഹുഡ് ഓട്ടിസം എന്നും DSM-4 ഓട്ടിസ്റ്റിക് ഡിസോർഡർ എന്ന പേരുമാണുള്ളത്. നമ്മളിപ്പോൾ മെൻ്റൽ ഡിസോർഡേഴ്സിനൊക്കെ പേര് കൊടുക്കാൻ വ്യാപകമായി അവലംബിക്കുന്ന 2 മാനുവൽസാണ് ICD-യും DSM-ഉം. അപ്പോൾ ICD-10 ചൈൽഡ്ഹുഡ് മ്യൂട്ടിസവും DSM-4 ഓട്ടിസ്റ്റിക് ഡിസോർഡർ എന്നുമാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചെറിയ കുട്ടികളിൽ കണ്ടു തുടങ്ങുന്ന ഓട്ടിസം, അതാണ് അവിടുത്തെ ഉദ്ദേശം. ഇനി എറ്റിപ്പിക്കൽ ഓട്ടിസം ഉണ്ട്. എ പെർവസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ദാറ്റ് ഡിഫേഴ്സ് ഫ്രം ഓട്ടിസം ഇൻ ടേംസ് ഓഫ് എയ്തർ ഏജ് ഓഫ് ഓൺസെറ്റ് or failure to fulfill diagnostic criteria, that is disturbance in a reciprocal social interactions, communication and restrictive stereotyped behavior. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, ഒരു 3-4 വയസ്സിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കണ്ടെത്തുന്നത്. ഇവിടെയും ഓട്ടിസം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ്, സംസാരത്തിലുള്ള പ്രശ്നം, നടക്കാനുള്ള പ്രശ്നം, ഇരിക്കാനുള്ള, പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും ഇത് കാണുന്നത്. ഇവിടെ പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഡിഫേഴ്സ് ഫ്രം ഓട്ടിസം ഇൻ ടേംസ് ഓഫ് എയ്തർ ഏജ് ഓഫ് ഓൺസെറ്റ്. അപ്പോൾ 3 വയസ്സിലോ 2 വയസ്സിലോ ഒക്കെ ആയിരിക്കില്ല ഇത് കാണുന്നത്. അതുപോലെ ഫെയിലിയർ ടു ഫുൾഫിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, ഇത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് ഡിസ്റ്റർബൻസ് ഇൻ റെസിപ്രോക്കൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അവർക്ക്
സാമൂഹിക ഇടപെടലുകളിൽ ഉള്ള പ്രശ്നങ്ങൾ, അവരുടെ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പലപ്പോഴും ഒരേ തരത്തിലായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എറ്റിപ്പിക്കൽ എന്ന് പറയുന്നത്. ഒരേ തരത്തിൽ ഉള്ള സ്റ്റീരിയോ ടൈപ്ഡ് ബിഹേവിയർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. ഇതധികവും ഉണ്ടാകുന്നത് പ്രൊഫൗണ്ട്ലി റിട്ടാർഡഡ് ഇൻഡിവിജ്വൽസ്, അഥവാ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്ദ്യമുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നോർക്കുക. അപ്പോൾ എറ്റിപ്പിക്കൽ ഓട്ടിസം ഉള്ള ആളുകളിൽ കൂടുതൽ ഉണ്ടാകുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസിനുള്ള വിമുഖത, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഒരേ തരത്തിലുള്ള സ്വഭാവം റിപ്പീറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എറ്റിപ്പിക്കൽ ഓട്ടിസത്തിൽ വരുന്നത്. അടുത്തത് റെറ്റ്സ് സിൻഡ്രോമാണ്. ഇത് സ്ത്രീകളിൽ മാത്രം കാണുന്ന ഒരു സിൻഡ്രോമാണ് കേട്ടോ. എ കണ്ടീഷൻ ഓഫ് അൺനോൺ കോസ്. ഇതിൻ്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ പെൺകുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അപ്പാരൻ്റ്ലി നോർമൽ or near normal early development, which is followed by a partial or complete loss of acquired hand skills and of speech. നമ്മൾ നോർമലാണ് എന്ന് കരുതുന്ന ആളുകളായിരിക്കും, പക്ഷേ അവർക്ക് കൈകൾ കൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സംസാരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. ടുഗദർ വിത്ത് ഡിക്ലറേഷൻ ഇൻ ഹെഡ് ഗ്രോത്ത്. സാവധാനത്തിൽ അവരുടെ തലയുടെ വളർച്ച കുറയും. യൂഷ്വലി വിത്ത് ആൻ ഓൺസെറ്റ് ബിറ്റ്വീൻ 7 or 24 months of age. ജനിച്ച് 7 അല്ലെങ്കിൽ 24 മാസം. 24 മാസം എന്ന് പറയുമ്പോൾ 2 വയസ്സൊക്കെ വരുന്ന സമയത്താണ് കുട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ റെറ്റ് സിൻഡ്രോം കുട്ടികളിലാണ് കാണുന്നത്, പെൺകുട്ടികളിലാണ് കാണുന്നത്. ഇവർക്ക് ഹാൻഡ് സ്കിൽസിനുള്ള കഴിവ് കുറവായിരിക്കും, സ്പീച്ചിലുള്ള കഴിവ് കുറവായിരിക്കും. അടുത്തത് ആസ്പെർജേഴ്സ് സിൻഡ്രോമാണ്. ആസ്പെർജേഴ്സ് സിൻഡ്രോം. The condition is characterized by severe and sustained abnormalities of social behavior similar to those of childhood autism with stereotyped and repetitive activities. അപ്പോൾ ചൈൽഡ്ഹുഡ് ഓട്ടിസത്തെ പോലെ തന്നെയാണ് ഈ ഓട്ടിസം ഉള്ള ആളുകളുടെ സ്വഭാവം ഒരു സ്റ്റീരിയോടൈപ്പ്, ഒരേ നിലയിൽ ഒരു പ്രത്യേക സ്വഭാവം ആക്ടിവിറ്റീസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഈ ഒരു ഓട്ടിസം ഉള്ള കുട്ടികൾ. അതേപോലെയാണ് ഈ ആസ്പെർജേഴ്സ് സിൻഡ്രോം. അതുപോലെ അവർക്ക് മോട്ടോർ മാനറിസം ഒക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കും. സച്ച് എസ് ഹാൻഡ് ആൻഡ് ഫിംഗർ ട്വിസ്റ്റിംഗ്, അല്ലെങ്കിൽ വിരലുകളൊക്കെ ഇങ്ങനെ ഒടിക്കുക, അതുപോലെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ആകെ സാധാരണ പോലെ ആയിരിക്കില്ല. It differs from autism in that there is no general delay or retardation of cognitive development or language. ഓട്ടിസവും ആസ്പെർജേഴ്സ് സിൻഡ്രോം തമ്മിലുള്ള വ്യത്യാസം, ഓട്ടിസം ഉള്ള ഒരാളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ പ്രശ്നം ഉണ്ടാകും, അഥവാ മെൻ്റൽ പ്രോസസ്സിൽ കുറച്ച് ഡിലേ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ ഡിലേ ഉണ്ടാകാറില്ല. ഇവിടെ എന്ത് ഡിലേ ഉണ്ടാകാറില്ല? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.